അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെ ദയനീയമായ ചോദ്യം സീനത്തിനോട്. മോളെ, നിനക്ക് എന്താണ് ആഗ്രഹം? എന്നിലുള്ള പണമാണോ നിനക്ക്, അതോ സ്നേഹമാണോ? എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അതെ, എനിക്ക് പണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലിയാണ് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരിക്കലും ഞാൻ കൊതിക്കുന്നില്ല. ഷെഫി ഉസ്താദ് അവളോട് പറഞ്ഞു, സീനത്തെ, എൻ്റെ മുഖത്തേക്ക് നീ നോക്ക്. എന്നോട് നീ പറ, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ തന്നെയായാലും ഞാനത് തരുന്നതാണ്. ഒരു പക്ഷേ നീ എൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിനക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ അതും ഉണ്ടാക്കിത്തരാം. പക്ഷേ എന്തൊക്കെ തന്നെയായാലും നീ എനിക്ക് വാക്ക് തരണം, എന്നെ വിട്ടു പോവില്ല എന്ന്. ഉസ്താദ് വിതുമ്പ് കണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ സീനത്തിന് അതിനൊരുത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്താ നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കെന്താ ഒന്നും മിണ്ടാനില്ലേ എന്നോട്? ഞാൻ ഇത്രയ്ക്കും നിന്നോട് താഴ്ന്ന് കൊഴുന്ന് ചോദിച്ചിട്ടും നീ എന്താ ഇങ്ങനെ? സീനത്തെ, പ്ലീസ് പറ, എന്താ? എന്നെ ഇഷ്ടമല്ലേ നിനക്ക്? നീ അതിനൊന്നും കാര്യമായിട്ട് ഉത്തരം പറയുന്നില്ലല്ലോ. എൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ? പറയൂട് സീനത്തെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ വിദേശത്ത് പോകണം. അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി. ഉസ്താദ് പറഞ്ഞു, എന്നിട്ട് വിദേശത്ത് പോയിട്ട് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം. അത് എല്ലാവരോടും പറയണം. ഉസ്താദിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അപ്പോൾ അവൾ, എൻ്റെ ജോലിയാണ് പ്രശ്നം അവൾക്ക്. എൻ്റെ ജോലി മാറ്റി പിടിച്ചാൽ നീ എൻ്റെ കൂടെ വരുമോ? എന്നെ ഇഷ്ടപ്പെടും നിനക്ക്? അതപ്പോൾ ആലോചിക്കാം. അവൾ അതാണ് ഉത്തരം നൽകിയത്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ആദ്യത്തെ പെണ്ണ് അങ്ങനെ പോയി. ഇവളും അങ്ങനെ പോയി കഴിഞ്ഞാൽ പഠിച്ചോനെ, എനിക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ജീവിതം എന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒടുവിൽ അന്ന് അതാ ഉസ്താദ് നേരെ ഉമ്മയുടെ അടുക്കലേക്ക് എത്തുന്നു. ഉമ്മ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോൻ അടുത്തേക്ക് വന്നു. ഉമ്മ ഖുർആൻ ഓതല്ലേ? വേണ്ട, തൽക്കാലം ഒന്നും മിണ്ടണ്ട, ഇവിടെ മാറിയിരിക്കാം. മോൻ തൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത് എന്നുള്ള കാര്യം അതാ ഉമ്മ മനസ്സിലാക്കുന്നു. ഖുർആനിലെ ആ സൂറത്ത് കഴിഞ്ഞ് സ്വദഖല്ലാഹ് ചൊല്ലിയതിനു ശേഷം ഉമ്മ മകനെ നോക്കി. മോനെ ഷെഫി, എൻ്റെ കുട്ടി എന്താ വന്നത്? ഉമ്മ, ഞാൻ അവൾ പറഞ്ഞ കാര്യം എന്ത്? അല്ല, ഞാൻ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. എൻ്റെ സ്നേഹം വേണോ അതോ നിനക്ക് പണം വേണോ എന്നൊക്കെ. അവൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എന്താ മോനെ പറഞ്ഞത്? നിങ്ങൾ വിദേശത്ത് പോയിക്കോളൂ ജോലി ചെയ്യാൻ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് അഭിമാനിക്കാലോ, അതാണ് പറയുന്നത്. ഉമ്മാൻ്റെ കുട്ടി പോയാൽ ഉമ്മക്ക് ആരാ പിന്നെ ഉണ്ടാകുക? എൻ്റെ കുട്ടിനെ ഞാൻ ദർസിൽ ഓതി പഠിപ്പിക്കാൻ പറഞ്ഞയച്ചതും കോളേജിൽ പറഞ്ഞയച്ചതും എൻ്റെ കുട്ടി എന്നും ഒരു ആലിമായി ഇവിടെ ജീവിക്കാനാണ്. ഉമ്മ മരിക്കുമ്പോൾ ഉമ്മക്ക് താങ്ങായും തണലായും എൻ്റെ കുട്ടി ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ കുട്ടി എന്നെ അതുകൊണ്ടാണ് ഞാൻ അറിവ് പഠിപ്പിച്ചത്. എനിക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ എൻ്റെ പൊന്നുമോന്, അതിനു വേണ്ടിയിട്ട്. ഉമ്മ, ഇൻഷാ അല്ലാഹ് തീർച്ചയായും. എൻ്റെ കുട്ടി എന്താ ചെയ്യുന്നത്? ഗൾഫിൽ പോകെ? എടാ, എൻ്റെ കുട്ടിക്ക് അതുപോലുള്ള ജോലി അവിടെ കിട്ടുമോ? ഉസ്താദ് അങ്ങനെയുള്ള ജോലി അവിടെ കിട്ടുമോ? ഉമ്മ, ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. എവിടെയെങ്കിലൊക്കെ ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയെങ്കിലും മോനെ, എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ വേണ്ടുമ്മ. ഒരിക്കലും അവൾ അത് ആഗ്രഹിക്കണില്ല. അവൾക്ക് ഇവിടെ തന്നെ നിൽക്കണം, അതാണ് ആഗ്രഹം. മോനെ, നീ ചോദിച്ചു നോക്കിയേ ഓളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരട്ടേന്ന്. ഉമ്മ, അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ഒരിക്കലും അത് അവൾ ആഗ്രഹിക്കുകയൊന്നുമില്ല. അവൾക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഞാനൊന്ന് ഗൾഫിൽ പോകണം, അതാണ് അവൾ പറയുന്നത്. പഠിച്ചോനെ, എൻ്റെ കുട്ടിയൊന്ന് അന്വേഷിച്ച് നോക്കിട്ടോ. അങ്ങനെ അതാ ആ ദിവസം തന്നെ ഉസ്താദ് ഇനി മറ്റൊരു വിവാഹത്തിനാവില്ല എന്ന് കരുതിയിട്ട് അതിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയും അതാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു.
ഗൾഫിലേക്ക് മുഴല്യമായി ജോലി കിട്ടുമോ എന്നൊക്കെ എല്ലാവരും അധികം ആളുകളും ഉസ്താദിനെ കളിയാക്കി. അതെന്തേ ഗൾഫിൽ ഉസ്താദുമാർ അവിടെ നമ്മൾ ഇവിടുത്തെ പോലെ മദ്രസോ അതും മലയാളികളെ പഠിപ്പിക്കണേ ഉണ്ടായിക്കൂടെ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അതിലൊരാളതാ അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ ഗൾഫിലേക്ക് ഇങ്ങനെ മദ്രസ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ എന്തിനൊക്കെ ഉള്ളത്. അത് കിട്ടും. അത് ഓൺലൈനായിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ നിന്ന് അത് മാനേജ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകണേ പോകാം. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈം എടുക്കേണ്ടി വരും. നമ്മളൊരു പക്ഷേ ക്ഷീണിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഒറ്റ ഇരുത്തം 12 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വേണ്ടില്ല. കാരണം എനിക്ക് മദ്രസ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടും ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിപ്പിച്ചും പ്രസംഗിച്ചൊക്കെ ശീലമുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ രീതിയിലുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഒരുപാട് അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ അവിടെ അങ്ങനത്തെ ജോലി കിട്ടിയില്ല എങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് ഒരു സൈഡായിട്ട് ചെയ്യാം. അതായത് ഇനി അഥവാ അവിടെ ജോലി കിട്ടിയില്ല എങ്കിലും ഏതെങ്കിലും അറബി വീട്ടിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലികൾ കിട്ടുകയൊക്കെ ചെയ്യും. കാരണം വിദ്യാഭ്യാസ യോഗ്യത അതൊന്നും അവിടെ പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നുമല്ല അങ്ങനത്തെ ജോലിക്കൊന്നും. ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് വേദന വന്നു. റബ്ബേ, എനിക്കിഷ്ടം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെയാണ്. അള്ളാഹുവേ, എനിക്ക് ആ ഒരു ഫീൽഡ് തന്നെ എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ ഈ തലയിൽ തൊപ്പി തലയിൽ കെട്ട് ഊരാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഉസ്താദിന് വല്ലാത്ത സങ്കടം. ഒരു പെണ്ണിന് വേണ്ടി തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് ഉസ്താദ് അതാ മാറുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഗൾഫിൽ ഒക്കെ ഇങ്ങനെ ഓൺലൈനായിട്ടും ഒക്കെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ ഉമ്മ വേണ്ടത്? മോനെ, ഞാൻ എന്ത് പറയാനാ, എനിക്ക് നല്ല സങ്കടം വേദനയുണ്ട്. എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടാവില്ല. ഉമ്മ അതൊന്നും സാരമില്ല, എല്ലാ സാധനങ്ങളും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലോ. ഒന്നും വിഷമിക്കണ്ടമ്മ. മോനെ, എന്നാലും എൻ്റെ കുട്ടിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് തോന്നണം. ഉമ്മാൻ്റെ കുട്ടി സാരമില്ല, എന്നാലും ഓളെ എനിക്ക് ഇഷ്ടമാണോ എൻ്റെ കുട്ടിയെ? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഉമ്മ, എനിക്ക് ഓളോട് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. എനിക്ക് ഓളെ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടതല്ലേ, ഇഷ്ടപ്പെട്ടിട്ടല്ലേ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പം എന്താ, എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളോട് ഒരു വെറുപ്പുമില്ല. പക്ഷെ അവൾക്ക് എന്നെ. മോനെ, അതൊന്നും സാരമില്ല. നീ നിൻ്റെ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. എത്ര ഉസ്താദന്മാരുണ്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന പല ജോലികളും. കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ മൂല്യരായിരിക്കും. പിന്നീട് അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത ഒരു ഗൾഫുകാരൻ, ഒരു പ്രവാസിയായി മാറുക. എൻ്റെ കുട്ടിയുടെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം ഒന്ന് മാറി എൻ്റെ കുട്ടിനോട് നല്ല കൂട്ടായാൽ എനിക്ക് സന്തോഷമാണല്ലോ. അല്ലാതെ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും വലിയ പ്രയാസം തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ കിട്ടുക അതും പറയാൻ പറ്റൂലല്ലോ. പക്ഷേ മോനെ, നീ അതിനു മുമ്പ് അവളുമായി സഹവസിക്കണം. അല്ല ശരിയാവില്ല. എൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് ഒരിക്കലും നീ അങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പാടില്ല. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ഞാൻ എന്ത് ചെയ്യുക, എനിക്കറിയുന്നില്ല. ഉസ്താദിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ്, എൻ്റെ ഭാര്യയാണ്. പക്ഷെ അവളുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഞാനൊരു പ്രവാസിയാകാൻ പോകുന്നു എന്നോർത്തപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹ്, എൻ്റെ നാട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഉമ്മ, എൻ്റെ ഈ കൊച്ചുകൂടി ഇതൊക്കെ വിട്ട് ഞാൻ പോവേ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഭാര്യമാരങ്ങനെ പറഞ്ഞു വെക്കോ ഭർത്താക്കന്മാരെ? അവർ വിട്ടുപോകുന്നത് എല്ലാവർക്കും സങ്കടമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ പെണ്ണ്, അല്ലെങ്കിലും എനിക്കറിയില്ല, പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭാഗ്യമില്ല തോന്നുന്നുണ്ട്.
കാരണം അവൾ ജസീന ഒത്തിരി സ്നേഹിച്ചതായിരുന്നു, ഒരുപാട് ജീവിതത്തിലേക്ക് കൈപ്പിടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവൾ പോയി. ഇവളുടെ നിക്കാഹ് കഴിച്ചപ്പോൾ ഇവളിങ്ങനെ തന്നെ എന്നോട് തീരെ എന്താ റബ്ബേ, എനിക്ക് ദുനിയാവിൽ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലേ, അതായിരിക്കും. അല്ലെങ്കിലും ചില ആളുകൾക്ക് മാത്രമാണല്ലോ അങ്ങനെയൊക്കെ കിട്ടുക. വിവാഹം കഴിഞ്ഞ് മധുവിധ തീരുന്നതിന് മുമ്പായിട്ട് എന്നെ വിദേശത്തേക്ക് പറഞ്ഞേക്കുക. എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ല. അവൻ്റെ വീട് നോക്കി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അവന് കഴിയുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എൻ്റെ ഉമ്മ. ഇനി എൻ്റെ ഉമ്മ ആർക്ക് വേണ്ടി കാത്തിരിക്കും എനിക്കറിയുന്നില്ല. അവിടെ ഞാൻ പ്രവാസ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിയും, ശമ്പളം കിട്ടും, അത് നാട്ടിലേക്ക് അയക്കും. ജീവിതമില്ല, സന്തോഷമില്ല, സങ്കടം മാത്രം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു മദ്രസ, മക്കളെ പഠിപ്പിക്കുന്നത്, ബാങ്ക് കൊടുക്കുന്നത്, ഖുത്ബ ചൊല്ലുന്നത്, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയതാണ്. ഏത് മക്കളെയും അവർക്ക് നന്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ മക്കളും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ടും ഒരിക്കലും പോലും ഒരു കുട്ടിയെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷേ എന്താ ചെയ്യുക, സാരല്ല. പുറത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്ന ഉസ്താദിനെ അതാ ഉമ്മ വിളിക്കുന്നു. മോനെ ഷിഫി. ആ, ഉസ്താദ് പെട്ടെന്ന് കണ്ണുകൾ തൻ്റെ ഷാൾ കൊണ്ട് തുടച്ചു. ആ ഉമ്മ, എൻ്റെ കുട്ടീൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്, കരയായിരുന്നോ? ഹേയ്, അത് വെറുതെ തലവേദന പോലെ. എൻ്റെ കുട്ടിക്ക് അങ്ങനെ തലവേദന ഉണ്ടാറില്ലല്ലോ, എന്തതിപ്പോൾ പെട്ടെന്ന്? മുഖമൊക്കെ വല്ലാണ്ട് ചോന്നിക്കണ്, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, കണ്ണുകളൊക്കെ ചോന്നിട്ടുണ്ട്. എന്താ മോനെ കരയണത്? മോനെ കുട്ടി കരയേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം അവരോട്, മോളെ വന്ന് കൊണ്ടേക്കോളി, എൻ്റെ കുട്ടിക്ക് ഒരിക്കലും പ്രവാസിയാവാൻ കഴിയൂല എന്ന് ഉമ്മ പറയട്ടെ. ഉമ്മ വേണ്ട, എന്തിന്? ഇനിയും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് എനിക്ക് കഴിയില്ല ഉമ്മ. പിന്നെ എന്താ മോനെ, ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ പ്രവാസ ലോകത്തൊക്കെ പറഞ്ഞേക്കോ? ഗൾഫ് ജീവിതത്തിന് ആഗ്രഹിക്കോ? ഉമ്മ ഉണ്ടാവും. പണത്തിന് കൊതിയുള്ളവരും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും. ഭർത്താവ് കൂടെ നിൽക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എപ്പോഴെങ്കിലും ഭർത്താവ് വന്നാൽ മതി, അല്ലാത്തപ്പോഴൊക്കെ പുറത്തു പോട്ടെ എന്നുള്ള ചിന്തയായിരിക്കും പല സ്ത്രീകളും. അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾക്കറിയായിട്ടാണ്. മോനെ, ഉമ്മാൻ്റെ കുട്ടി കരയില്ലേ? വിധി, പഠിച്ചവൻ്റെ വിധിന്ന് കൂട്ടിയാൽ മതി. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ, അതുപോലെ വിചാരിച്ചാൽ മതി. എൻ്റെ കുട്ടിയല്ല എന്നെ പഠിപ്പിച്ചത് ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന്. അത് ഉമ്മ. പക്ഷേ എനിക്ക് കഴിയുന്നില്ലമ്മ, അറിയാതെ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കാണ്. എനിക്ക് ഇഷ്ടമല്ല ഉമ്മ ഗൾഫിൽ പോകാൻ. എനിക്കിവിടെ തന്നെ നിൽക്കണം. ഉമ്മാനെ കാണണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. ആഴ്ചയിലൊരിക്കൽ വരുമ്പോൾ ഉമ്മാൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ ആരുടെ മുഖത്ത് നോക്കും? ഉമ്മ നിങ്ങളെ മുഖത്തൊക്കെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പ്രതിഫലമാണ് പഠിച്ചെറുമ്പ് തരിക. പക്ഷേ എനിക്കിനി എങ്ങനെ അത് കിട്ടും? ഞാൻ ആരുടെ മുഖത്തേക്ക് നോക്കും? ഉമ്മയും കരയാൻ തുടങ്ങി. എൻ്റെ കുട്ടി കരയല്ലേ ഉമ്മാൻ്റെ ദുആ എനിക്ക് എപ്പോഴും ഉണ്ടാവും. എൻ്റെ പൊന്നു മോൻ കരയല്ലേ. ഓളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് സാധിപ്പിച്ചു കൊടുത്തോ. ഉമ്മ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഉസ്താദിന് നാട് വിട്ടു പോകുവാനേ താല്പര്യമില്ല. തൻ്റെ ഫീൽഡ് ഉസ്താദ് ജോലി ഉപേക്ഷിക്കുവാനും ഇഷ്ടമല്ല. ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ അതെനിക്ക് കഴിയില്ല. അങ്ങനെ പല ചിന്തകളെ ഉമ്മ അവനെ ആശ്വസിപ്പിച്ചു. ഉമ്മാൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടി വിഷമിക്കല്ലേ. ഉസ്താദിൻ്റെ കൈകളിൽ ഉമ്മ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, നമ്മളെ ജീവിതത്തിൽ പലതും വരും, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. എല്ലാം വിധിക്കുന്നത് പഠിച്ചവനാണ്. എല്ലാത്തിനും നമ്മൾ വിജയിക്കണം, ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. ഉമ്മാൻ്റെ കുട്ടിക്ക് ഇന്ന് ഇവിടുത്തെ ജോലി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ വിദേശത്ത് പോയി ഗൾഫിൽ പോയിട്ട് എൻ്റെ കുട്ടി
അങ്ങനെയുള്ള ജോലി ചെയ്യണം. എവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ജോലികളൊക്കെ. പഠിച്ച റബ്ബിനോട് ഉമ്മ ദുആ ചെയ്തോളാം, എൻ്റെ കുട്ടി വിഷമിക്കണ്ട, പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തോളി, ഉമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഉസ്താദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ, അപ്പോൾ ഞാൻ കൊടുക്കേ? അതേ മോനെ, ഉമ്മാൻ്റെ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പാസ്പോർട്ടിന് അപേക്ഷിച്ചോളി, ഒക്കെ റെഡി ആയിക്കോളും. അങ്ങനെങ്കിലും ഓളിവിടെ നിന്നോട്ടെ. ഉമ്മ, അതുതന്നെയാണ് ഞാനും പറയണത്. ഇനി ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ഉമ്മ. മോനെ, നിനക്ക് അവൾ സ്നേഹം തന്നിട്ടൊന്നുമല്ല. പക്ഷേ എന്തൊക്കെ തന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടൂല. എൻ്റെ മോനക്ക് അവളോട് ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ, എനിക്കില്ല. പക്ഷെ അവൾക്ക് എന്നോട് ഇഷ്ടമല്ല, ഒരു തരം ഇഷ്ടമല്ല. ഉമ്മ വിതുമ്പി. ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചു നോക്കാം അവളോട്. നേരെ അതാ സീനത്തിൻ്റെ റൂമിനടുത്തേക്ക് ഉമ്മ പോകുന്നു. മോളെ സീനത്തെ, മോളെ സീനത്തെ, വാതിൽ കുറ്റിയിട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തെങ്ങനെ മുട്ടുന്നത്? അല്ല, അന്ന് മോള് പറഞ്ഞില്ലേ ഞാനങ്ങോട്ട് കയറി നിന്നപ്പോൾ തീരെ കോമൺ സെൻസ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ. എന്താ സീനത്തെ? മോളെ, നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ കുട്ടിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇവിടെ ഡ്രസ്സും കാര്യങ്ങളും പഠിച്ച് ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഉസ്താദായത്. പിന്നെ രണ്ടെല്ലാം കോളേജിലും പോയി അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറുക എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് പ്രയാസമായിരിക്കും. ഓ, അപ്പോൾ അത് പറയാനാണ് വന്നത്? അതല്ലെങ്കിൽ വേറെ എത്രയോ പണികളുണ്ടാവും. ഈ വെറും അനങ്ങാത്ത ഉസ്താദുമാരെ പണി മാത്രമല്ല, ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അതൊക്കെ ജോലി തന്നെയല്ലേ? അവളുടെ വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടി. എന്താ റബ്ബേ, എൻ്റെ കുട്ടീനെ പറഞ്ഞേക്കാനായിട്ട് ഇവള് നിൽക്കണത്? അല്ല മോളെ, ഞാനോട് ചോദിക്കട്ടെ, എൻ്റെ കുട്ടീനെ എന്ത് കാര്യത്തിനാണ് പറഞ്ഞേക്കണത്? മോൾക്ക് ഇവിടെ ചിലവിന് ഓൻ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓനക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ബർക്കത്തുള്ള പൈസയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെന്തിനാ? ഉമ്മയുടെ സ്വരം അല്പം കാഠിന്യമായി തോന്നി. അതേ, എനിക്ക് ആൾക്കാരിടയിൽ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു മടിയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിക്കാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല അങ്ങനത്തെ ജോലിയൊന്നും ചെയ്യണോലെ. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ കളിയാക്കും ചെയ്യും. മോളെ, അപ്പം എനിക്കത് ആദ്യം പറഞ്ഞുകൂടേനെ മോളെ? എൻ്റെ കുട്ടി ഇടങ്ങാറായി നിൽക്കണേ കണ്ടോ? ഉമ്മ അല്പം ദേഷ്യത്തിലായിരുന്നു. ആദ്യം ഇന്നിപ്പോൾ ഇഷ്ടമില്ലാതെ കെട്ടിച്ചല്ല, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നോട് ആദ്യം പറഞ്ഞിട്ടില്ലേനു. ഉമ്മ, പെട്ടെന്ന് ഉസ്താദിൻ്റെ ഒരു വിളി. ഉമ്മ അങ്ങോട്ട് പോരി, വേണ്ട, അവളോട് സംസാരിക്കണ്ട. അവളോട് സംസാരിച്ചാൽ ഒരിക്കലും നമ്മൾ ജയിക്കൂലമ്മ. പൊന്നു മോനെ, പാവങ്ങളായി ഞമ്മക്ക് തന്നെയാണല്ലോ അത് തലയിൽ വന്ന് കയറിയത്. ഉമ്മ വേണ്ട, ശപിക്കണ്ട മോനെ. നമ്മൾ പാവങ്ങളാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവങ്ങൾ. അങ്ങനത്തെവർക്ക് തന്നെ ഇങ്ങനത്തെ കിട്ടുള്ളൂ. ഓരോരുത്തരുടെ വീട്ടിലെ വേണ്ടുമ്മ. വിധി അതൊന്നുണ്ടല്ലോ. പഠിച്ചോനെ നമ്മളെ ഒരിക്കലും കൈവിടുള്ളത് എനിക്കറിയാം. ഞാൻ കൊടുക്കാം കേട്ടോ പാസ്പോർട്ടിന് അപേക്ഷയ്ക്ക്. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോനെ, എൻ്റെ കുട്ടീൻ്റെ വിധി അതാണെങ്കിൽ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് പാസ്പോർട്ടിന് കൊടുക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ വിസ നോക്കിയിട്ട് പെട്ടെന്ന് പോകണം. അങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം. അതിനു മുമ്പായിട്ട് പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയണം. എന്തായിരിക്കും ഉസ്താദിൻ്റെ മറുപടി എന്ന് നോക്കണം. പിറ്റേ ദിവസം അതാ നേരെ ഉസ്താദിൻ്റെ അടുക്കിലേക്കാണ് ഷെഫി ഉസ്താദ് പോയത്. ഉസ്താദെ, അവരുടെ വീട്ടിലേക്കായിരുന്നു. ആ മോനെ, അല്ലാ ഷെഫി മോനെ, കേറിക്ക് മോനെ, ഉസ്താദ് തപ്പ വരും. ഫർസാനയുടെ ഉമ്മ. മോനെ എന്തൊക്കെയുണ്ട്? അല്ല, മോനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒഴിവുള്ളൊരു ദിവസം അവളെ കൂട്ടി വരാനേ. ഇൻഷാ അല്ലാ വരണ്ട്. അതിന് മുമ്പായിട്ട് എന്താ മോനെ, ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ ഉസ്താദിനെ. ഹലോ ഇക്ക, പിന്നെ ഇതാ ഷെഫി ഉസ്താദ് വന്നിട്ടുണ്ട്. ആഹാ, ഇതാ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് അങ്ങോട്ട് വരുന്നു. ആ മോനെ ഷെഫി, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളെ വർത്താനം? അല്ല, നമ്മളെ പുതിയണ്ണിനെ കുട്ടി ഒന്ന് വിരുന്ന് കണ്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ എന്നാ? ഉസ്താദെ, ഇൻഷാ അല്ലാ അതൊക്കെ കൊണ്ടുവരാം, നിങ്ങൾ വിഷമിക്കില്ലേ. അല്ലേ, പെട്ടെന്ന് ആക്കണേ. നിങ്ങൾ നമ്മളെ കുട്ടീനെ പോലെ തന്നെയല്ലേ, അപ്പോൾ നമ്മളെ മരുമകളായിട്ടാണല്ലോ വരിക. ആ ഉസ്താദെ. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു. എന്തു പറ്റി മോനെ? എന്താ
കണ്ണുകൾ നിറഞ്ഞത്. ഒന്നുമില്ല ഉസ്താദേ. മോനെ നീ അൽഹംദുലില്ലാ ചൊല്ലിക്കോ. പടച്ച റബ്ബ് നമുക്ക് എത്ര കാരുണ്യങ്ങളാണ് ചൊരിയുന്നത്. ആ പിതാവ് അപ്പോഴും അതുതന്നെയാണ് പറയുന്നത്. മോനെ ഷെഫി, എന്തൊക്കെയുണ്ട് എൻ്റെ കുട്ടീൻ്റെ വിശേഷം? ഉസ്താദേ, ഞാൻ പാസ്പോർട്ടിന് കൊടുക്കുകയാണ്. പാസ്പോർട്ടിനോ? എന്തിന്? ഉംറക്ക് പോകണ്ടോ? മാഷാ അല്ലാ. അല്ല പിന്നെ എനിക്ക് ജോലി ഒന്ന് മാറ്റിപ്പിടിക്കണം. എനിക്ക് ഗൾഫിലേക്ക്. അല്ലെങ്കിൽ പൊന്നു മോനെ, ഉസ്താദിൻ്റെ കുട്ടി എവിടെ ഏത് കോണിൽ പോയാലും വേണ്ടില്ല, ജോലിയിൽ മാറ്റം വരുത്തരുതിട്ടോ. അറിവുകൾ പകർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടൂലേ? പൊന്നു മോനെ, നമ്മളെ ദീൻ വിട്ടിട്ട് ഒരു കളി വേണ്ടിട്ട മോനെ, അതിലാണ് ബർക്കത്ത്. ഉസ്താദിൻ്റെ ആ വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, എന്താ ചെയ്യുക? ഭാര്യ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അത് വേണ്ട, എന്താ പഠിച്ചോന്നെ ചെയ്യാം. ഉസ്താദേ, അത് വീട്ടിൽ കുറച്ച് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് വിദേശത്തേക്ക് പോയെങ്കിലും മതിയെന്നുണ്ട്. ഉസ്താദിനോട് അവൻ ആദ്യമായി ഒരു കള്ളം പറഞ്ഞു. മനസ്സിൽ അപ്പോൾ തന്നെ എന്ന് ചൊല്ലി ഉസ്താദിൻ്റെ വാക്ക് കേട്ട് മറ്റൊന്നും പറയാൻ തോന്നിയില്ല ഷെഫി ഉസ്താദിന്. എങ്ങനെ അത് പറഞ്ഞൊപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? തറാവിയൊക്കെ കഴിഞ്ഞ് ആയപ്പോഴേക്കും ഒരുപാട് ടൈമായി. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മുടെ 3 സ്റ്റോറിയും കേൾക്കണവരും കമൻറ്റ് എഴുതുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നും എഴുതുമ്പോൾ ഞാൻ എന്നും വായിക്കും. അപ്പോൾ ചില സമയത്ത് എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല എന്നൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ കമൻറ്റൊക്കെ എഴുതിയത് കാണുമ്പോഴേ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നലാണ്. എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രായമായവർ, കുട്ടികൾ, അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിനെ തൊട്ട് പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.